കേരളത്തിലെ ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് പദ്ധതി നടപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. എന്താണ് നേറ്റിവിറ്റി കാർഡ് എന്ന് പരിശോധിക്കാം. കേരളത്തിലുള്ളവർക്കായുള്ള പുതിയ തിരിച്ചറിയൽ രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. ഇത് ഫോട്ടോ പതിപ്പിച്ച കാർഡായിരിക്കും. സംസ്ഥാനത്ത് അനുവദിച്ചു വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഈ കാർഡ് ഉപയോഗിക്കാം. സംസ്ഥാനത്ത് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കാനാണ് ഈ രേഖ. കാർഡ് വിതരണം ചെയ്യാനുള്ള അധികാരം തഹസിൽദാർക്കാണ്. ഈ കാർഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാം. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായും ഇത് പ്രയോജനപ്പെടും. ആധികാരികതയും നിയമപിന്തുണയുമായുള്ള രേഖയായിരിക്കും ഇത്. ഫലത്തിൽ ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. പൗരത്വ ആശങ്കകൾ പരിധിവരെ ഇതിലൂടെ പ്രതിരോധിക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി കാർഡിന്റെ പ്രഖ്യാപന വേളയിൽ വ്യക്തമാക്കിയത്. പൗരരുടെ ജനനവും താമസവും തെളിയിക്കാനുള്ള ആധികാരിക രേഖയാണിത്. കേരളത്തിൽ ജനിച്ചവർ, മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കേരളീയരായവർക്ക് സംസ്ഥാനത്തിന് പുറത്ത് ജനിച്ചവർ, വിദേശത്ത് ജനിച്ച കേരളീയരാണെങ്കിൽ പ്രസ്തുത രാജ്യത്ത് പൗരത്വം ഇല്ലാത്തവർ എന്നീ വിഭാഗങ്ങൾക്ക് കാർഡ് നൽകും. വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടാകില്ല. നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം സ്വീകരിച്ചാൽ നേറ്റിവിറ്റി കാർഡ് അസാധുവാകും. തൊഴിൽ സംബന്ധമായോ ജീവനോപാധി സംബന്ധമായോ മറ്റു കാരണങ്ങളാലോ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിനും പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിച്ചവരെയും നേറ്റീവായി കണക്കാക്കും. എന്നാൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ 3 മാസം വരെ ജയിൽ ശിക്ഷയോ 5000 രൂപ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കാർഡ് അനുവദിക്കുന്നതിന് അധികാരപ്പെട്ട് തഹസിൽദാർ ആണെങ്കിലും നേറ്റിവിറ്റി കാർഡുകൾ സംബന്ധിച്ച് രജിസ്റ്റർ വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കണം. ഇത് ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയോ രേഖകളുടെയോ ബദലല്ല. ഒരാളുടെ കേരളീയത ഉയർത്തിപ്പിടിക്കാനുള്ള സംസ്ഥാന രേഖ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.